ഭരണിക്കാവ് ട്രാഫിക് പരിഷ്കാരം. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ വഴി തടസ്സപ്പെടുത്തുന്നതായി പരാതി. ഭരണിക്കാവ് ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കാരങ്ങളുടെ ഭാഗമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതോടെയാണ് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി ബസ് ബേകൾ പുനഃക്രമീകരിച്ചത്. എന്നാൽ ശാസ്താംകോട്ട റോഡിലെ ബസ് ബേകൾ പുനഃക്രമീകരിച്ചത് കാരണം ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലേക്കും സമീപത്തെ 10ഓളം വീടുകളിലേക്കുമുള്ള വഴി തടസ്സപ്പെടുന്നതായാണ് പരാതി. ഇത് പലപ്പോഴും പ്രദേശവാസികളും ബസ് ജീവനക്കാരുമായുള്ള തർക്കത്തിനും കാരണമാകുന്നുണ്ട്. ഒരേ സമയം 3 ബസ്സുകൾ നിർത്തുന്നതിനായി അധികൃതർ 3 ബസ് ബേകൾ റോഡിൽ മാർക്ക് ചെയ്ത് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ബസ്സുകൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ അല്ലാതെ തോന്നും പോലെ നിർത്തി ഇടുന്നതിനാലാണ് വഴി തടസ്സപ്പെടുന്നത്. ക്ഷേത്ര മൈതാനങ്ങളിലൂടെയുള്ള വഴിയിലൂടെയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും സമീപത്തെ 10ഓളം കുടുംബങ്ങളിലുള്ളവരും യാത്ര ചെയ്യുന്നത്. വഴിമുടക്കി ബസ്സുകൾ മിനിറ്റുകളോളം നിർത്തിയിടുന്നതിനാൽ അത്യാഹിതത്തിൽപ്പെട്ടാൽ പോലും റോഡിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അടിയന്തരമായി അധികൃതർ നടപടി എടുക്കണമെന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ താൽക്കാലിക ട്രാഫിക് ഡിവൈഡറുകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഭരണിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭരണിക്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി പുതിയ ബസ് ബേ ബന്ധപ്പെട്ട് പുതിയ ബസ് ബേ വന്നപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളും അടച്ചാണ് ഈ ബസ് പാർക്കുള്ള ബസ് ബേ വരച്ചേക്കുന്നത്. ക്ഷേത്രത്തിൽ പല പരിപാടികളും ഇപ്പോൾ മണ്ഡലകാലമാണ്. മണ്ഡലകാലം കഴിഞ്ഞാൽ പൊങ്കാല, അതുപോലെ സപ്താഹം, ഉത്സവം, അങ്ങനെ അടിയന്തരമായ പല പ്രാധാന്യമുള്ള ഉത്സവങ്ങൾ നടക്കുന്നതും ഈ ബസ് പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് യാദൃശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നവർക്ക്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ താഴ്വശത്തോളം 10-20 താമസക്കാരുണ്ട്. കായലിലോട്ട് പോകുന്ന വഴിയാണ്. അവർക്ക് ഒരു അടിയന്തരമായ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇവിടുത്തെ യാത്രക്കാർ ഈ ഭരണിക്കാവ് ജംഗ്ഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റു പല ആൾക്കാർക്കും വാഹനങ്ങൾ വെക്കാൻ ഇടവില്ലാത്തവർ നമ്മുടെ ക്ഷേത്രത്തിലെ ഗ്രൗണ്ടിലാണ് വാഹനം വെച്ചേക്കുന്നത്. തിരിച്ച് അവർക്ക് വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. താഴെയുള്ള ആൾക്കാർക്ക് ഗ്യാസ് ഒരു ഹോസ്പിറ്റലിൽ വണ്ടി വന്നാൽ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ജീവിത സാഹചര്യത്തിൽ വളരെ അടിയന്തരമായ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഈ ബസ് ബേയുടെ വഴി പ്രശ്നം. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന അത്രയും വീതി, ഏകദേശം ഒരു 3 മീറ്റർ വീതി മാറ്റി ഫ്രണ്ടിലോട്ട് ബസ് ബേ വരച്ച് ആ ഒരു യാത്രാക്ലേശം പരിഹരിച്ചു തരണമെന്ന് നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ദേവീനാമയത്തിൽ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.